ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനമാണ് ഇവിടെ നാം കണ്ടുമുട്ടുന്നത്. ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട വലിയ ഒരു പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് അനേകായിരങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിച്ചപ്പോൾ ഈ ലോകം അല്ലെങ്കിൽ അധികാരികൾ അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനം എന്നുള്ളത് ശിരച്ഛേദനത്തിന്റെ ഒരു അനുഭവമായിരുന്നു. ദൈവത്തിന്റെ സ്വരമാവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ഇവിടെ സ്നാപക യോഹന്നാൻ നമുക്ക് തരുന്ന ഒരു മാതൃകയുണ്ട്. ഒരു പക്ഷേ സുവിശേഷത്തിന്റെ വക്താക്കളാകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഈ ലോകം അല്ലെങ്കിൽ അധികാരികൾ നമുക്ക് തരുന്ന സമ്മാനം എന്നുള്ളത് ശിരച്ഛേദനത്തിന്റെ അനുഭവമായിരിക്കാം. അവിടെയും നാം ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരായിരിക്കണം. നോമ്പിന്റെ പുണ്യദിനങ്ങളിൽ ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ധ്യാന വിഷയവും. ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്തുക, സത്യത്തിന്റെ വക്താക്കളാവുക.